കുറച്ച് വൈൽഡ് കാർഡ് കയറിയിട്ടുണ്ട് ബിഗ് ബോസിനകത്ത്. ശരിക്കും വൈൽഡ് കാർഡ് ഇളക്കി മറിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരിളകുന്നുണ്ട്, ബിയിലുള്ളവരാരും മൈൻഡ് ചെയ്യുന്നില്ല. പണി അറിയാവുന്ന ആൾക്കാരെ പണിക്ക് വെക്കണമെന്ന് നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്. ഇതിപ്പം ബിഗ് ബോസിന് വൻ നഷ്ടമായിരിക്കും. യാതൊരുവിധ കച്ചവടം നടക്കത്തില്ല, മുടക്കുമുതൽ പോലും കിട്ടുമെന്ന് തോന്നുന്നില്ല. നല്ല വെറൈറ്റി പീസുകളെ ഇറക്ക്, അതല്ലേ ജനങ്ങൾക്ക് വേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കഴിവുള്ളവരെങ്ങനെ കഴിവില്ലാത്തവരെങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരാഴ്ച ടെസ്റ്റ് നടത്ത്. ഒരാഴ്ച ഈ പറഞ്ഞ നാട്ടുകാരെ കാണിക്കാണ്ട് ഒരാഴ്ചത്തെ ബിഗ് ബോസ് നിങ്ങൾ ഷൂട്ട് ചെയ്ത് നിങ്ങൾ തീരുമാനിക്കുക. ഈ ഒന്നിനും കൊള്ളാത്ത യാതൊരുവിധ കഴിവുമില്ലാത്ത ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട് വേണ്ടത്. നമുക്കെപ്പോഴും വെറൈറ്റി പീസുകൾ, സ്ട്രോങ് കണ്ടസ്റ്റന്റ്. നമ്മുടെ റോബിനെതിരെ പിന്നെ റിയാസ് വന്നതുപോലെ, റോബിന് അത്രയും സപ്പോർട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടും റിയാസ് ഒപ്പോസ് ചെയ്ത് അമ്മാതിരി പിടിച്ച് നിർത്തിയ ആള്. അയാൾക്ക് ഒരുപാട് ന്യൂനതകളുണ്ട്. ഈ റിയാസിന് അത്യാവശ്യം ഒരു ശ്രൈണതയുണ്ട്, നെഗറ്റീവാണ്, ചൊറിച്ചിലാണ്. എന്നിട്ടും അയാൾ ഈ റോബിനെതിരെ ഫൈറ്റ് ചെയ്ത പോലെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ വേണം. ഇപ്പം നിവീൻ ഒരു വ്യത്യസ്തമായ ഒരു പ്രൊഡക്റ്റാണ്, ഒരു വെറൈറ്റി കാണിക്കുന്നുണ്ട്. അതുപോലെ അനീഷിന് വലിയൊരു വ്യത്യസ്തതയുണ്ട്. ഇതുപോലെ ബാക്കി ആൾക്കാരെ കൂടെ കൊണ്ടുവരിക. 2K പിള്ളേരൊക്കെ പറയുന്നുണ്ട്, 2K കിഡ്സിനെ കൊണ്ടുപോവാ. ഈ പറഞ്ഞ 2 2K കിഡ്സിനെ ഇറക്കിയില്ലേ, ഒന്ന് രണ ഫാത്തിമയും ഒന്ന് ആര്യനും. അതിലല്ല കാര്യം. പിന്നെ പറയുന്നത് സായിപ്പ് വേണം, അല്ലെങ്കിൽ തൊപ്പി വേണം. ഇവരൊക്കെ വന്നാൽ സ്ട്രോങ് ആയിരിക്കും. എനിക്ക് പറയാനുള്ളത് 2K ആയാലും ഈ പറഞ്ഞ അമ്മാവൻ കാറ്റഗറിപ്പെട്ടവരായാലും 90s എല്ലാം ഇവരാരായാലും കഴിവുള്ളവരാണ് വേണ്ടത്. പിന്നെ ചിലവർ പറയുന്നത് ഫെയിം ഉള്ളവരെ കൊണ്ടുവരണ്ട, ഫെയിം ഇല്ലാത്തവരെ കൊണ്ടുപോവാ എന്നാൽ സൂപ്പറാണെന്ന് പറയുന്നത്. ഈ പറഞ്ഞ ഫെയിം ഉള്ളവരായാലും ഫെയിം ഇല്ലാത്തവരായാലും കഴിവുള്ളവർ, മാക്സിമം പൊട്ടൻഷ്യൽ ഉള്ളവർ, എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ഉള്ളവരെ മാത്രമാണ് ഇവിടെ വേണ്ടത്. ഇവിടെ നോർമൽ പെർഫോമൻസ് ഉള്ളവരെ വേണ്ട, എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ഉള്ളവരെ കൊണ്ടുപോവാ. പുറത്ത് ആൾക്കാരുണ്ടെന്നേ.